മഴതോരും മുൻപുയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയിൽ നിന്നും തന്നെ നേരിട്ട് സത്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു മനുശങ്കർ. മനുവിനോട് സംസാരിക്കുന്നത് ബബിതയും ബാലചന്ദ്രനും തന്നെയായിരുന്നു. ബബിത മനുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ആ വിഷമത്തിലൊക്കെ പറഞ്ഞു പോയതാണ് മനുവേട്ട, അല്ലാതെ ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ മനുവേട്ടനോട് ഒരിഷ്ടക്കുറവൊന്നുമില്ലെന്ന്. അതേപോലെ തന്നെ ബാലചന്ദ്രനും പറയുന്നുണ്ട്, ഈ ചൂടൊക്കെ അങ്ങ് മാറുമ്പോൾ അവൾ ഓക്കെ ആവും മനു, നീ അവൾക്ക് തൽക്കാലം സമയം കൊടുക്കുന്നൊക്കെ. പക്ഷേ ഒരു പൊടിക്ക് പോലും സമ്മതിക്കാതെ അലീന മനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. താൻ ഒരിക്കലും ഈ വിവാഹത്തെ ആഗ്രഹിച്ചിട്ടില്ലെന്നും താൻ അങ്ങനെ ആരെയും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും താൻ മനുവേട്ടൻ്റെ അമ്മയോട് പറഞ്ഞതെല്ലാം സത്യമാണെന്നും. മനുവിന് അലീനയുടെ നാവിൽ നിന്നും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനുവിൻ്റെ മുഖത്ത് നിന്നും ആ വിഷമങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ബാലചന്ദ്രൻ മനുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ അതിപ്പോൾ അവൾ ആ വിഷമത്തിന് പറഞ്ഞു പോയതായിരിക്കുമെന്ന്. എന്നാൽ മനു പറയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാഞ്ഞിട്ടാണോ അങ്കിളെ? അവൾക്ക് അമ്മയെ അറിയാമല്ലോ, എന്നെ അറിയാമല്ലോ, എന്നിട്ടും അവൾ എന്തിനായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പോൾ എന്നെ അവൾ മനസ്സിലാക്കിയിട്ടില്ലെന്നല്ലേ അതിനർത്ഥം എന്നെല്ലാം മനു വളരെ വിഷമിച്ച് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മനുവിനെ സമാധാനിപ്പിച്ച് യാത്ര അയക്കുകയാണ്. ബാലചന്ദ്രന് മനുവിൻ്റെ ആ പോക്ക് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ മനസ്സ് മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ബാലചന്ദ്രൻ തന്നെയാണ്. അവൻ്റെ ഇഷ്ടങ്ങൾ പലപ്പോഴായിട്ട് ബാലചന്ദ്രനോട് തന്നെയാണ് അവൻ പറഞ്ഞിട്ടുമുള്ളത്. എന്നാൽ അലീന എന്തുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാത്തതെന്നും ബാലചന്ദ്രൻ അറിയാം. അവൾ ആരെയും വിഷമിപ്പിക്കാത്തൊരു കുട്ടിയാണ്, ആരുടെയും സങ്കടങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയും. അങ്ങനെയുള്ള അവൾക്ക് എങ്ങനെയാണ് അവൻ്റെ അമ്മ ഈ വീട്ടിൽ വന്ന് അവളോട് അഭ്യർത്ഥിക്കുന്നത് പോലെയല്ലെങ്കിലും അവളെ വാശി പിടിപ്പിക്കുന്നത് പോലെയല്ലെങ്കിലും അവരുടെ മകന് വേണ്ടിയിട്ട് അവളോട് യാചിക്കുകയും അല്ല, എന്നിരുന്നാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. കമലയുടെ വാശിക്ക് മുൻപിൽ മറ്റേതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരുപക്ഷെ പറഞ്ഞേക്കാം, നിങ്ങളുടെ മകനെയും കെട്ടി സുഖമായിട്ട് ഞാൻ ജീവിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ അതാണ് അലീന അങ്ങനെ ഒരു പെൺകുട്ടിയല്ലെന്ന്. എങ്കിലും ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു വന്നപ്പോഴെങ്കിലും നിനക്കൊന്ന് സമാധാനമായിട്ട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. വേറൊന്നും പറയണ്ടല്ലോ, മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കുന്നത് വരെ മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നോ, അല്ലെങ്കിൽ മനുവേട്ടൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ നമ്മുടെ ഈ വിവാഹം നടക്കില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും, അതിലെങ്കിലും അവനൊരു സമാധാനം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എന്തിനാ മോളെ അവനെ ഒന്നും അല്ലാതാക്കുന്ന രീതിയിൽ നീ ആ മറുപടി അവനോട് പറഞ്ഞത് എന്ന് അലീനയോട് ചോദിക്കുകയാണ്. അലീന അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാനതിന് മനുവേട്ടനെ ആഗ്രഹിച്ചിട്ടില്ല, ഞാനൊരു വിവാഹത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ മനുവേട്ടനെ അങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരുത്തുന്നത്? മനുവേട്ടൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം മനുവേട്ടൻ്റെ വിവാഹം നടക്കേണ്ട അതേ സമയത്ത് തന്നെ അതൊക്കെ നടക്കണം. നമുക്ക് വേണ്ടി ആരെയും അങ്ങനെ കാത്തിരിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ ബബിതയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇതെന്ത് ജന്മം? ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരവരുടെ സന്തോഷങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇത് തനിക്കായിട്ടൊരു സന്തോഷവും ഇല്ല, തനിക്കായിട്ടൊരു ജീവിതവും ഇല്ല. ഇതിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ് കമല. ആ കമലയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇവൾക്കുള്ള ഈ വിഷമം മുഴുവനും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഒരു പരിഹാസത്തോടു കൂടി തന്നെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മറ്റൊരു മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു വൈജയ്ക്ക് തൻ്റെ മകളുടെ അവസ്ഥ ആലോചിച്ച് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആരുമില്ല അവളെ ഒന്ന് സമാധാനിപ്പിക്കാനും ഒന്ന് തലോടാനും. കാരണം അവളിപ്പോൾ ഏതൊരവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നതെന്ന് വൈജയ്ക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ മനുവിനെ. എന്നിട്ടും കമലയ്ക്ക് വേണ്ടിയിട്ട്
അവൾ ആ ഇഷ്ടം വേണ്ടാന്ന് വയ്ക്കുകയാണ്. ഒരു അമ്മ എന്ന നിലയ്ക്കല്ല, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് തനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതാരും മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബബിത തൻ്റെ മുറിയിലിരുന്ന് തൻ്റേതായ ജീവിതത്തെക്കുറിച്ച് ബബിത പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. താനും സ്നേഹിച്ചിരുന്നു അമലിനെ, ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ തന്നെ അവൻ അതേ അർത്ഥത്തിലായിരുന്നില്ല സ്നേഹിച്ചിരുന്നത്. അവൻ്റെ കാര്യങ്ങൾ കാണാനും അവന് ആവശ്യമുള്ള പണങ്ങൾ നേടാനും വേണ്ടിയിട്ടായിരുന്നു തന്നെ അവൻ സ്നേഹിച്ചിരുന്നത്. താൻ അവൻ്റെ കൂടെ നടക്കുമ്പോഴും അവൻ്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ചേച്ചിക്ക് അതെങ്ങനെയായിരിക്കും പുറത്തു നിന്ന് കാണാനൊക്കെ സാധിച്ചത്? ചേച്ചിക്ക് എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിനെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്? ആ ചേച്ചിയെ സമാധാനിപ്പിക്കാൻ എനിക്കാവുന്നില്ലല്ലോ എന്നെല്ലാം ചിന്തിക്കുകയായിരുന്നു ബബിത. ബബിത അവിടെ നിന്നും എഴുന്നേറ്റ് അലീനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അലീന ആ സമയത്ത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് ടേബിളിലേക്ക് തല ചായ്ച്ചിരിക്കുന്നുണ്ട്. അലീനയുടെ ആ ഇരിപ്പ് കണ്ട് ബബിതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബബിത അവളുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അലീനയുടെ തലയിൽ തലോടുകയായിരുന്നു. അലീനയോട് ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി എന്നോട് ദൈവത്തെ ഓർത്ത് സത്യം മാത്രം പറയണം. അലീന കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ബബിതയെ തല ഉയർത്തി നോക്കുന്നതിന് മുമ്പ് കുമ്പിട്ട് കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ഷാൾ എടുത്ത് കണ്ണുകളൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ബബിത അത് കാണരുതെന്ന് അലീനയ്ക്ക് നിർബന്ധവും ഉണ്ടായിരുന്നു. എന്നാൽ ബബിത അതെല്ലാം കാണുന്നുമുണ്ടായിരുന്നു. അലീന തല ഉയർത്തിയ ബബിതയെ നോക്കി, നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണാവോ മാഡത്തിന് ഇങ്ങനെയൊരു സംശയം? നീ എന്തായാലും ചോദിക്കേ. ബബിത വളരെ വിക്കി തന്നെ അലീനയോട് ചോദിക്കുകയാണ്, ചേച്ചി, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി ഇപ്പോൾ കരയുകയായിരുന്നില്ലേ? ഞാനോ? എന്തിന്? ഞാൻ കരഞ്ഞിട്ടേ കുറേ ദിവസങ്ങളായി. നിങ്ങളെ എൻ്റെ സഹോദരങ്ങളായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല ബബിതേ. ഇതിപ്പോൾ ചേച്ചി കള്ളാണല്ലോ പറഞ്ഞത്. അത് നീ വിട്. നീ എന്താ എടുത്തതെന്ന് ചോദിക്ക്. അല്ല, ചേച്ചി ഇപ്പോൾ കരഞ്ഞു, അതെനിക്ക് സമ്മതിച്ച് തന്നേ പറ്റൂ. ശരി, ഞാൻ കരഞ്ഞു. എന്താ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കേ. ചേച്ചി പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞങ്ങൾ സഹോദരങ്ങളായിട്ട് ചേച്ചിയുടെ കയ്യിൽ കിട്ടിയ പിന്നെ ചേച്ചി കരഞ്ഞിട്ടില്ലെന്ന്. ഒരു പക്ഷേ ശരിയായിരിക്കാം. ആ സമയത്തൊക്കെ കരയിപ്പിച്ചത് ഞങ്ങളായിരുന്നല്ലോ. ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അമ്മയെ ചേച്ചി വിട്ടേക്ക്. അമ്മ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛനും കൂടി സമ്മതമുള്ളപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ. പക്ഷേ ചേച്ചി സന്തോഷിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിനും കാരണം ചേച്ചി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ബബിത അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ബബിതയുടെ കണ്ണുകൾ നിറയുകയും സ്വരം ഇടറുകയും ചെയ്തിരുന്നു. ബബിത ഉടനെ തന്നെ അലീനയെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ്. ബബിതയ്ക്ക് വല്ലാത്ത കരച്ചിൽ വന്നു. അലീനയ്ക്ക് അത് കണ്ടിട്ട് കൂടെ കരയാനാണ് തോന്നിയത്. എങ്കിലും അലീന അവളെ സമാധാനിപ്പിച്ചു. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഇത്രയ്ക്ക് വിഷമുണ്ടാവാൻ എന്താ കാരണമെന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ തല ഉയർത്തുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ മനസ്സറിഞ്ഞ ഒരാളെ സ്നേഹിച്ചതാണ്. ഒരുപാട് ഞാൻ അവനെ സ്നേഹിച്ചതാണ്. പക്ഷേ ചേച്ചിക്ക് അറിയാലോ, അവൻ എന്നെ മറ്റൊരു രീതിയിലായിരുന്നു ഉപയോഗിച്ചത്. പണമായിട്ടും അവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി. അതൊക്കെ മനസ്സിലാക്കി തന്നത് ചേച്ചി മാത്രമായിരുന്നു എനിക്ക്. അങ്ങനെയുള്ള ചേച്ചിക്ക് എനിക്ക് എന്താണ് ചെയ്തു തരാൻ കഴിയേണ്ടത്? എന്തെങ്കിലും ഒന്ന് എനിക്ക് ചേച്ചി പറഞ്ഞു തരൂ. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ കുടുംബം ഇത്രയേറെ സന്തോഷത്തിൽ കഴിയാൻ കാരണം ചേച്ചിയാണ്. ഞങ്ങൾ അച്ഛനോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ട് അച്ഛനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര നാളായെന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങളെയും അച്ഛനെയും ഒന്നിപ്പിച്ചത് ചേച്ചിയല്ലേ? ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ കഴിയുക? ഞാനുണ്ട്, രോഹിത്തുണ്ട്, കൃഷ്ണമോള് ചെറുതാണ്, അവളെ നമുക്ക് വിട്ടേക്കാം. എനിക്കും രോഹിത്തിനും ചെയ്തു തരാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഒരു പണി മുമ്പിലായിട്ട് ഞങ്ങൾ ചെയ്തു തരും. ചേച്ചി ഒന്ന് പറയും. ചേച്ചിക്ക് മനുവേട്ടന് ഇഷ്ടമല്ലേ? അതാണ് എനിക്കറിയേണ്ടത്. ചേച്ചിയുടെ നാവിൽ നിന്ന് സത്യമായിട്ടുള്ള കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ ചേച്ചി ഈ പറയുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ,
ചേച്ചി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ഒരു ജീവിതം ചേച്ചി സ്വപ്നം കണ്ടിട്ടില്ലെന്നൊക്കെ. അതൊന്നും ഇനി എന്നോട് പറയരുത്. എനിക്ക് ചേച്ചിയുടെ നാവിൽ നിന്ന് സത്യങ്ങൾ മാത്രം കേട്ടാൽ മതി. ബബിതേ, ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? നീ എന്നിങ്ങനെ വട്ടം പിടിച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട് ബബിതേ. പക്ഷേ അതൊക്കെ ദോഷത്തിലേ ചെന്ന് നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ നിന്നോട് ഞാൻ സത്യങ്ങൾ പറയാം. നീ അതിന് പിന്നാലെ പോവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ബബിത അലീനയുടെ കയ്യിലടിച്ച് സത്യം ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ബബിതേ, ഞാൻ മനുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മനുവേട്ടൻ കരുതുന്ന പോലെ മനുവേട്ടനെ വിവാഹം കഴിക്കാനാണോ, മനുവേട്ടൻ്റെ ഒപ്പം ജീവിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. മനുവേട്ടൻ എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എനിക്കൊരു തണലാണ് മനുവേട്ടൻ. അച്ഛനുള്ളതുപോലെ തന്നെ മറ്റൊരു തണൽ. അതൊക്കെയാണോ ഒരു വിവാഹം കഴിക്കാനുള്ള ഒരാളായിട്ട് ഞാൻ കാണേണ്ടതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ബബിതേ. പക്ഷേ ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ആരുടെയും ജീവിതത്തിൽ ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നും നേടുകയും വേണ്ട, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയും വേണ്ട. മനുവേട്ടൻ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ മനുവേട്ടനും ഞാനും തമ്മിലുള്ളൊരു വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് നിങ്ങൾ സത്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളെന്നെ വിശ്വസിച്ചേ പറ്റൂ. ബബിത പറയുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സ് സത്യമുള്ളതാണ്. ചേച്ചി ദൈവത്തിൻ്റെ സ്വന്തം ആളാണ്. ചേച്ചിയുടെ മനസ്സിൽ ഈ തോന്നുന്നതൊക്കെ തന്നെയാണ് ചേച്ചി പ്രണയം എന്ന് പറയുന്നത്. അത് പിന്നീടാണ് വിവാഹത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. അത് ചേച്ചിയുടെ മനസ്സിലെ മറ്റൊരുപാട് കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് ചേച്ചിക്ക് അതൊക്കെ മനസ്സിലാവാതെ പോകുന്നത്. ചേച്ചി മറ്റാരെക്കുറിച്ചും ചിന്തിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ ചേച്ചിക്ക് അത് മനസ്സിലാകുമായിരുന്നു. ചേച്ചി എപ്പോഴും മനുവേട്ടനെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചേച്ചി ചിന്തിച്ച് നടക്കുകയുണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. മനുവേട്ടനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചെങ്കിലായി, അത്രമാത്രം അല്ലേ? അലീന ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ബബിതയെ നോക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, കള്ളച്ചിരിയൊന്നും ചിരിക്കണ്ട. എനിക്ക് ആ മനസ്സ് മനസ്സിലാവും. കാരണം ഞാനൊരു പെണ്ണ് തന്നെയാണല്ലോ എന്ന്. ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അവരുടെ മുറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വൈജയുടെ മനസ്സിന് വല്ലാതെ നോവ് തോന്നി. കാരണം തൻ്റെ മകൾ ഇന്നേ വരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അവൾ ഇവിടേക്ക് എത്തിയതുപോലും അച്ഛനെയോ അമ്മയെയോ ഒരുമിച്ച് കാണണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അച്ഛനെയും അമ്മയെയും നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല അവൾ ഇവിടേക്ക് കയറി വന്നത്. അങ്ങനെയുള്ള എൻ്റെ കുട്ടി ആഗ്രഹിച്ചത്, അവളുടെ മനസ്സിൽ കയറിക്കൂടിയത് മനുവായിരുന്നു. ആ മനുവിനെ നേടിക്കൊടുക്കാനായി ഈ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധവും വിഷമവും വൈജയുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. വൈജ മുറിയിൽ പോയിരുന്ന് ഇത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. വൈജയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത്. വൈജ ഫോൺ എടുക്കുകയായിരുന്നു. ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് വൈജ സംസാരിക്കുകയാണ്. മനു, നിനക്ക് എന്നോട് ദേഷ്യമാണോ? എനിക്കെന്തിനാണ് ആൻറ്റിയോട് ദേഷ്യം? ആൻറ്റി അതിന് എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, നീയിപ്പോൾ ഇവിടെ വന്നാൽ എന്നോട് സംസാരിക്കാനൊന്നും നിൽക്കാറില്ലല്ലോ. അത് ആൻറ്റിക്ക് തോന്നുന്നത് ആൻറ്റി. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ആൻറ്റിയോടും. ആൻറ്റി ഇപ്പോൾ അവിടെ അടങ്ങി ജീവിക്കുകയല്ലേ, പിന്നെ എനിക്കെന്ത് ദേഷ്യം? അല്ല, അന്ന് ശരണ്യയുടെ കാര്യത്തിൽ അതൊക്കെ ആൻറ്റിയുടെ ഒരേ ഭ്രാന്ത് ചെയ്യുന്നതല്ലേ. അതിനിപ്പോൾ എനിക്കെന്താ ചെയ്യാൻ കഴിയുക? ആൻറ്റി പരമാവധി ആൻറ്റിയായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ആൻറ്റി ഇങ്ങനെ ഭ്രാന്തൊക്കെ കാണിക്കാതിരിക്കുക. അപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആവും ആൻറ്റി. അല്ല, ആൻറ്റി ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? അല്ലടാ, എനിക്ക് എൻ്റെ മകളുടെ ഒരാഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം. അതെന്താ ആൻറ്റി അങ്ങനെ ഒരാഗ്രഹം? മനു, നിനക്കറിയാലോ, നിനക്ക് നന്നായിട്ടറിയാം അലീന നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അത് എനിക്കും അവൾക്കും നന്നായിട്ടറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അവൾ അതൊരിക്കലും സമ്മതിച്ച് തരില്ലെന്ന് മാത്രം. വേണ്ട, ഞാൻ കാത്തിരിക്കാൻ തന്നെ തയ്യാറാണ് ആൻറ്റി. അല്ലാതെ
എൻ്റെ അമ്മ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞ അലീനയെ വിശ്വസിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്ന മനുശങ്കറല്ല ഞാൻ. മനു, നീ പറഞ്ഞത് സത്യം തന്നെയാണോ? സത്യം തന്നെയാണ് ആൻറ്റി. അല്ലാതെ എൻ്റെ മനസ്സിൽ എപ്പോഴോ കടന്നുകൂടിയ ഒരാളെക്കുറിച്ച് അയാളെ പെട്ടെന്നങ്ങോട്ട് പറിച്ചെറിയാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു അലീനയെ വിവാഹം കഴിക്കുക എന്നത്. അതൊരിക്കലും തെറ്റുമല്ലായിരുന്നു. കാരണം അവളെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ കയറിക്കൂടിയതാണ് അവളോടുള്ള എൻ്റെ ഇഷ്ടം. അത് ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്കിളിനോട് അന്നേ ഞാൻ പറഞ്ഞതാ, അങ്കിളിൻ്റെയും അലീനയുടെയും സമ്മതം മാത്രം മതി എനിക്കെന്ന്. പക്ഷേ അതിനിടയ്ക്കായിരുന്നല്ലോ അമ്മയുടെ പ്രകടനങ്ങൾ. അതെന്തായാലും സാരില്ല, അതൊക്കെ ഒരു വഴിക്കങ്ങ് നടന്നോളൂ. അല്ല മനു, നീ എന്താ അങ്കിളിൻ്റെയും അലീനയുടെയും മാത്രം ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞത്? എൻ്റെ ഇഷ്ടത്തിനപ്പോൾ നിനക്കൊരു വിലയുമില്ലേ? ആൻറ്റിക്ക് തന്നെ അങ്ങനെ അലീനയുടെ കാര്യത്തിൽ ഒരു വില വെക്കാനായിട്ടില്ലല്ലോ. പിന്നെ ഞാനെങ്ങനെയാ? ഓ, അപ്പോൾ നിനക്കും ഉണ്ടല്ലേ ആ ഒരു വേർതിരിവ്. അതെന്തായാലും നന്നായടാ. കുഴപ്പമില്ല. ഞാൻ പിന്നെ നിന്നെ വിളിച്ചതേ അലീനയും ബബിതയും കൂടിയുള്ള സംസാരം കേട്ടിട്ടാ. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അലീനയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അവൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കരുതെന്ന് വേണ്ടി മാത്രം അവളുടെ ഇഷ്ടം മറച്ചു വെക്കുന്നതാണെന്ന്. അതെനിക്ക് നിന്നോട് പറയണമെന്നും തോന്നി. എന്നോട് ആരും പറയാതെ തന്നെ എനിക്കറിയാം ആൻറ്റി. ഒരിക്കൽ പോലും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതവളുടെ മുഖത്ത് നിന്നും അവളുടെ ആ കണ്ണിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതവളെന്നോട് മുഖത്ത് നോക്കി പറയണമെന്നൊന്നുമില്ല ആൻറ്റി ആ കാര്യത്തിൽ പേടിക്കുകയും വേണ്ട. വൈജ അതെല്ലാം വിളിച്ച് പറഞ്ഞപ്പോൾ മനുവിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. എങ്കിലും അലീന തന്നെ മനസ്സിലാക്കാതെയാണല്ലോ സംസാരിച്ചതെന്ന് ചെറിയൊരു വിഷമവും മനുവിനുണ്ടായിരുന്നു. മനു വൈജയോടത് പറയുന്നുണ്ട്. എങ്കിലും ആൻറ്റി, അവൾ എന്തുകൊണ്ടാണ് അമ്മ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേക്കും അവൾ എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇനി അങ്കിളിനോട് എനിക്കൊന്ന് കാര്യമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. എൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയ്ക്ക് അങ്കിളിനോട് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്നെല്ലാം മനു പറയുമ്പോൾ വൈജയ്ക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ് അലീനയുടെയും മനുവിൻ്റെയും കാര്യം ബാലചന്ദ്രനോട് താൻ തന്നെ സംസാരിക്കണമെന്ന്. മനുവിനോട് വൈജ പറയുന്നുണ്ട്, മനു, നീ ഇപ്പോൾ ഫോൺ വെച്ചോ, നിൻ്റെ അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാമെന്ന്. മനുവിന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് അതിശയമാണ് തോന്നിയത്. ഒരുപാട് നാളുകളായി ഇവർ തമ്മിൽ സംസാരിക്കാറൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ ആൻറ്റിക്ക് ഇത്രയ്ക്ക് താല്പര്യമുണ്ടോ എന്നെല്ലാം മനുവിന് തോന്നുന്നുണ്ട്. മനുവിന് അതുകൂടി കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. മനു അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി സംസാരിക്കാനൊക്കെ പോകുന്നത് കൊള്ളാം. ആൻറ്റിയും എൻ്റെ അമ്മയുടെ പോലെ തന്നെയാണല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ദേഷ്യം തുടങ്ങും. അപ്പോൾ ആ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം കേട്ടോ അങ്കിളിനോട് സംസാരിക്കാൻ നിൽക്കാൻ എന്ന് പറയുകയാണ്. മനുവിനോട് വൈജ പറയുന്നുണ്ട്, നീ എന്തായാലും ഫോൺ വെക്കേ, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് മനുവിൻ്റെ കോള് കട്ട് ചെയ്യുകയാണ്. വൈജ ഉടനെ തന്നെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് നടക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രനെ മുറിയിലെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. വൈജ ബാൽക്കണിയിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ബാലചന്ദ്രനെ വൈജ കാണുകയാണ്. ബാലചന്ദ്രൻ്റെ അരികിലേക്കായിട്ട് വൈജ നടന്നു ചെല്ലുമ്പോൾ വൈജ ബാലചന്ദ്രനെ എന്ത് വിളിക്കണമെന്ന് പോലും ഒരു സംശയത്തോടു കൂടി ബാക്കിലിങ്ങനെ നിൽക്കുകയാണ്. ബാലേട്ട എന്ന് വിളിക്കുന്ന വിളി പോലും തനിക്ക് അന്യം നിന്ന് പോയിരിക്കുന്നു. പെട്ടെന്നായിരുന്നു ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കിയത്. വൈജയെ കാണെ ബാലചന്ദ്രൻ, ആ ഇതാരിത്, എന്താ ഇങ്ങനെ വന്നൊരു നിപ്പ്? എന്നെ കാണാൻ വന്നതാണോ അതോ ബാൽക്കണിയിൽ എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞു പോകാനായിട്ട് നിന്നതാണോ? ബാലചന്ദ്രൻ്റെ ആ ചോദ്യം പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നുവെങ്കിലും വൈജ പറയുന്നുണ്ട്, ഞാൻ കാണാനായിട്ട് തന്നെ വന്നതാണ്. അതെയോ? എന്താണ് പ്രത്യേകിച്ച്? പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? അല്ല, കുറച്ച് ദിവസമായേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണെന്നാണോ വിചാരം? ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന മറുപടിക്ക്
തിരിച്ചും ഞാൻ മറുപടി പറയുമ്പോഴൊക്കെ തന്നെയല്ലേ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അല്ലാതെ ഞാൻ വന്ന് ഉടനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്തായാലും വൈജ വന്ന കാര്യം പറഞ്ഞോളൂ. പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന കാര്യം കേട്ട് എന്നോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കരുത്. ആ, അപ്പോൾ ദേഷ്യപ്പെടുന്ന കാര്യമാണ് പറയാൻ വന്നതെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ പറയാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അല്ല, പറഞ്ഞേ പറ്റൂ, അതുകൊണ്ട് വന്നതാണ്. എങ്കിൽ പറഞ്ഞോ, എന്നിട്ടല്ലേ ഞാൻ തീരുമാനിക്കേണ്ടത് ദേഷ്യം വരണോ വേണ്ടയോ എന്ന്. ബാലചന്ദ്രന് ഒട്ടും തന്നെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈജ വന്ന് തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കണമല്ലോ എന്ന് കരുതി മാത്രമാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന്. എനിക്ക് മനുവിൻ്റെയും അലീനയുടെയും കാര്യമാണ് പറയാനുള്ളത്. മനുവിൻ്റെയും അലീനയുടെയും കാര്യം നീ എന്ത് പറയാനാണ് എന്നോട്? അതും നിനക്കെന്താണ് പറയാനുള്ളത്? അവരുടെ കാര്യം തീരുമാനിക്കാൻ അവർക്കറിയാം. അതല്ല, അവർക്ക് അങ്ങനെ ഒരു സഹായം വേണമെങ്കിൽ അവരോടൊപ്പം ഞാനുണ്ടാകും. അല്ലാതെ മറ്റാരും അതിൽ തലയിടണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അതിൽ താല്പര്യവുമില്ല. അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ? ഈ അലീന എന്ന് പറയുന്നവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അവൾ ആർക്കാണ് കൂടുതൽ അവകാശമെന്നും എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. വൈജയുടെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ്. വൈജ പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും സ്ഥാനം തട്ടിയെടുക്കാനൊന്നുമല്ല ഞാൻ വന്നത്. അലീനയ്ക്ക് മനുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ ബബിതയോട് പോലും അലീന അത് പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഏതൊരമ്മയ്ക്കുമാണ് മക്കൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അച്ഛനേക്കാളേറെ. അതുകൊണ്ടാണ് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. അതിന് മറ്റൊരു വ്യാഖ്യാനമൊന്നും കാണണമെന്നില്ല. ഇല്ല, ഞാനൊരു വ്യാഖ്യാനവും കാണുന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ അവളുടെ കാര്യത്തിൽ നീ ഇടപെടണമെന്ന് ഞാൻ പറയില്ല. അത് മാത്രമല്ല, നീയായിട്ട് ഇടപെടാൻ വന്നാൽ അത് ഞാൻ സമ്മതിച്ച് തരികയുമില്ല. വെറുതെ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട വൈജേ നീ. വൈജയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ അത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. മറ്റൊരു വീഡിയോയുമായി ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.